നമുക്ക് ഇവിടെ മെയിൻലി വരുന്നത് ഫേസിന്റെ കേസിലാണ് ആക്നെ വരും, ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് തന്നെ വരാറുണ്ട്. അപ്പം നമ്മൾ അവരുടെ ഫേസിന്റെ അനുസരിച്ച് ഇപ്പം എത്ര സ്റ്റേജിലാണ് അത് വന്നിരിക്കുന്നത് അനുസരിച്ച് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് പോകും. ആക്നെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഫേഷ്യൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് ഫസ്റ്റ് പോകില്ല. ആക്നെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ നമ്മൾ ഉള്ളിലേക്കും കൊടുക്കും. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സ്, ലീസ് തെറാപ്പി, അങ്ങനത്തെ പല പല ട്രീറ്റ്മെന്റ്സുകൾ കൊടുത്തിട്ട് ആക്നെ കൺട്രോൾ വരുത്തിയതിന് ശേഷം മാത്രം ബാക്കി സ്കാർ റിഡക്ഷൻ അങ്ങനത്തെ ട്രീറ്റ്മെന്റ്. മെയിൻലി ആയുർവേദിക് ആയിട്ട് തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓരോ പേഷ്യന്റും വരുമ്പോൾ അവരുടെ സ്കിന്നും ഹെയറും അനലൈസ് ചെയ്യും ആദ്യമേ. നമ്മൾ ഏത് ദോഷം അനുസരിച്ച്, ആയുർവേദത്തിൽ നമ്മൾ ദോഷം വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസും കൊണ്ടാണ് കൂടുതലും ട്രീറ്റ്മെന്റ്സ് പോവുക. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മോഡേൺ എക്യുപ്മെന്റ്സും യൂസ് ചെയ്യാറ്. ഓൾറെഡി കുറേ മെഡിസിൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കും. ബാക്കി കുറേ പൗഡേഴ്സ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഓരോ ആളുടെ സ്കിൻ എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്യും. മെഡിസിൻസ് എല്ലാം നമ്മൾ ആയുർവേദിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എക്യുപ്മെന്റ്സിന്റെ കേസിൽ മാത്രം നമ്മൾ ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. ബാക്കി മെഡിസിൻസ് കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടാണ്.